ഒരു കൂട്ടം ആയുധമേന്തിയ പട്ടാളക്കാരുമായി ആ പ്രദേശത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടായിരുന്നു. 20,000-ഓളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തിന് നേരെ അവർ ക്രൂരമായി വെടിയുതിർക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കണക്ക് പ്രകാരം 1000-ലധികം പേര് അവിടെ മരണപ്പെടുകയാണ്. ആ സംഭവം പിൽക്കാലത്ത് അറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിലാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരൻ മരത്തിന് മുകളിൽ ഇരിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി ഈ കാര്യങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച് തൊട്ടടുത്തുള്ള സുവർണ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. സുവർണ ക്ഷേത്രത്തിലേക്ക് പോയി ആ ക്ഷേത്രകുളത്തിലെ ജലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യാണ്. എന്ത് വില കൊടുത്തു, കാലമെത്ര കഴിഞ്ഞാലും ഇതിന് ഞാൻ പ്രതികാരം ചെയ്തു. പിന്നീട് 21 വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിൽ ചെന്ന് ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത, അല്ലെങ്കിൽ ഇതിന് ഉത്തരവിട്ട മൈക്രോ ഡയർ എന്ന് പറയുന്ന അന്നത്തെ പഞ്ചാബ് ഗവർണറെ വെടിവെച്ച് കൊലപ്പെടുത്തുക. അയാളുടെ പേര് ഉദ്ധം സിംഗ് എന്നായിരുന്നു. അതിനുശേഷം കോടതിയിൽ വെച്ച് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന പേരാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ്. കോടതിയിൽ ഉദ്ധം ഒരു പ്രസംഗം പറയുന്നത്, ഞാൻ അയാളെ കൊന്നുകളഞ്ഞു. കഴിഞ്ഞ 21 വർഷങ്ങളായി ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഞാൻ എന്റെ കടമയാണ് നിർവഹിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്റെ രാജ്യത്തെ പട്ടിണിക്കിടുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ്. ഞാൻ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത്. എനിക്ക് മരിക്കാൻ ഭയമില്ല. മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകുന്നതിനും വലിയ പുണ്യം മറ്റെന്താണ്?